പാലുൽപാദനത്തിൽ സംസ്ഥാനത്തെ സ്വയം പര്യാപ്തമാകുവാൻ എല്ലാവരും ഒത്തുചേർന്ന് പരിശ്രമിക്കണമെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. പുന്നപ്രയിൽ ആലപ്പുഴ ജില്ലാ ക്ഷീരസംഗമവും ക്ഷീരതീരം പദ്ധതിയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പാലുൽപാദനത്തിൽ സംസ്ഥാനത്തെ സ്വയം പര്യാപ്തമാക്കുവാൻ എല്ലാവരും ഒത്തുചേർന്ന് പരിശ്രമിക്കണമെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. പുന്നപ്ര ക്ഷീരസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ആലപ്പുഴ ജില്ലാ ക്ഷീരസംഗമവും ക്ഷീരതീരം പദ്ധതിയും പുന്നപ്ര ഗ്രിഗോറിയൻ കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ 1 ലിറ്റർ പാലിന് 6 രൂപ ആദ്യം വർദ്ധിപ്പിച്ചത്. അത് കർഷകരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് കേരളത്തിൽ പാലിൻ്റെ വില വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിൽ ഗവൺമെൻറ് തന്നെ 6 രൂപ വർദ്ധിപ്പിക്കുവാൻ, അതിൽ 5 രൂപ സംതിങ് തുകയും കേരളത്തിലെ ക്ഷീര കർഷകർക്ക് തന്നെ കിട്ടത്തക്ക നിലയിലുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കിയത്. അറിയാം, കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് അർഹമായി തരുവാനുള്ള തുക വെട്ടിക്കുറയ്ക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇതൊക്കെ ഒരു വെട്ടിക്കുറവ് കേരളത്തിലും ഉണ്ടായത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കീമുകൾ ഇന്ന് ക്ഷീരവികസന വകുപ്പിൽ നമ്മൾ നടപ്പിലാക്കും. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കിടാരി പാർക്കുകൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കന്നുകുട്ടി പരിപാലനം നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. കിടാരി പാർക്കുകളുടെ പ്രത്യേകത ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. കിടാരികളെ വളർത്തിയെടുത്ത് ക്ഷീര കർഷകൻ വ്യത്യസ്ത സ്കീമുകൾ വഴി വിതരണം ചെയ്യുവാൻ വേണ്ടിയിട്ട് കേരളത്തിന് പുറത്തു പോയി പശുക്കളെ എടുക്കാതെ കേരളത്തിൽ നിന്ന് തന്നെ പശുക്കളെ വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ ആലപ്പുഴ ജില്ലയിലും കിടാരി പാർക്കുകൾക്ക് തുടക്കം കുറിച്ചു. ആ കിടാരികളൊക്കെ ഇപ്പോൾ വളർന്നു നിൽക്കുകയാണ്. നമ്മുടെ കർഷകർക്ക് സബ്സിഡിയോടുകൂടി അത്തരത്തിലുള്ള കേരളത്തിൽ വളർന്ന കിടാരികളെ തന്നെ നിങ്ങൾക്ക് മേടിക്കുവാനുള്ള സംവിധാനം അതിലൂടെ ഞങ്ങൾ ഒരുക്കുകയാണ്. ഒരു കർഷകന് ഒരു വർഷം നമുക്കറിയാം അത്തരത്തിൽ കിടാരി പാർക്കുകൾ വഴി 15 ലക്ഷമാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ആദ്യഘട്ടത്തിൽ 20-30 പശുക്കളെ അവർ വളർത്തും. രണ്ടാം ഘട്ടത്തിൽ 10 പശുക്കളെ അവർ വളർത്തും. അങ്ങനെ 40 പശുക്കളാണ് ഒരു വർഷം ഒരു കിടാരി പാർക്കുകളിൽ വളർന്നു വരുന്നത്. അതാണ് പലപ്പോഴും ഇൻഷുറൻസ് പദ്ധതി കൃത്യമായ നിലയിൽ കൊണ്ടുവരണമെന്നവർ ആവശ്യപ്പെടുന്നു. ഞങ്ങൾ ഇത്തവണ 8 കോടി രൂപയുടെ ഒരു ഇൻഷുറൻസ് പദ്ധതിക്ക് കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയും നമ്മളും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിക്കൊണ്ട് അത് ടെൻഡർ നടപടിയിലേക്ക് പോകാതെ തന്നെ അത് കൊടുക്കുവാനുള്ള സംവിധാനം ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 50% നിങ്ങളുടെ ഫണ്ടും ബാക്കി നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇൻഷുറൻസ് പദ്ധതിക്ക് നമ്മളിപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഒരു കർഷകന് ഒരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ വരെ അവർക്ക് കിട്ടുന്ന തരത്തിലുള്ള സംവിധാനമാണ് ക്ഷീരസ്വാതന്ത്ര്യം പദ്ധതിയിലൂടെ കൊണ്ടുവന്നത്. ഇത്തവണ ഗവൺമെൻറ് 3 കോടി ഞങ്ങൾ മാറ്റിവെച്ചെങ്കിലും 1.5 കോടി അതിൽ നിന്ന് വെട്ടിമാറ്റി 1.5 കോടി രൂപ നമ്മുടെ വകുപ്പിൻ്റെയും ബാക്കി ക്ഷേമനിധി ബോർഡ് ഏറ്റവും കൂടുതൽ പണം എടുത്തുകൊണ്ട് നമ്മുടെ 3 മിൽമ കേരളത്തിലെ മിൽമയും അതിനകത്ത് തുക മാറ്റിവെച്ചുകൊണ്ടാണ് അതും ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ നടപ്പാക്കുന്ന ക്ഷീരതീരം പദ്ധതി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് പുതിയ വരുമാന സ്രോതസ്സാകുമെന്നും മന്ത്രി അറിയിച്ചു. ഈ പദ്ധതി പ്രകാരം 94,500 രൂപ ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് 2 പശുക്കളെ മേടിക്കത്തക്ക നിലയിൽ കൊടുക്കുവാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ക്ഷീരകർഷകരുടെ പശുക്കൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ 8 കോടി രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിക്ക് സംസ്ഥാനം തുടക്കം കുറിച്ചതായും മന്ത്രി പറഞ്ഞു. ക്ഷീരകർഷകർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിനായി ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് മേഖലാ യൂണിയനുകളുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ക്ഷീരസാന്ത്വനം ഇൻഷുറൻസ് പദ്ധതിക്ക് ക്ഷീരവികസന വകുപ്പ് 1.50 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഇതിൽ എല്ലാ ക്ഷീരകർഷകരും അംഗങ്ങളാകണമെന്നും മന്ത്രി പറഞ്ഞു. എച്ച് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാകേഷ്, തിരുവനന്തപുരം മേഖലാ യൂണിയൻ ചെയർമാൻ മണി വിശ്വനാഥ്, കേരള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ BP ഉണ്ണികൃഷ്ണൻ, കേരള ഫീഡ്സ് ലിമിറ്റഡ് ചെയർമാൻ K ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയുടെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും വിരമിച്ച ജീവനക്കാർക്കുള്ള ആദരവും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12-ന് കൃഷിമന്ത്രി P പ്രസാദ് നിർവഹിക്കും. CDN ന്യൂസ്, ഹരിപ്പാട്.